സുഹൃത്തുക്കളെ, കാത്തൻകുടിയിൽ നിന്ന് തൽക്കാലം നമുക്ക് വിടവാങ്ങാം. ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം ആത്തൻകുടിയാണ്. ആത്തൻകുടിയിൽ ധാരാളം കാഴ്ചകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ആത്തക്കുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളാണ് സുഹൃത്തുക്കളെ നാം ഇപ്പോൾ കാണുന്നത്. നമ്മുടെ കാത്തക്കുടിയിലെ പോലെ തന്നെ ഉള്ള വലിയ വീടുകളാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പ്രൗഢിയോട് കൂടിയുള്ള വീടുകൾ. നമ്മളിപ്പോൾ ഈ പോകുന്ന ആത്തക്കുടിയിലാണ് നമുക്കൊരു പെരിയ വീട് എന്ന് പറഞ്ഞ വീടുള്ളത്. അവിടെ ഉള്ള ഒരു വീട്ടിൽ, ആ പെരിയ വീട്ടിൽ നമുക്ക് കയറി കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത്. യാസിൻ, അവന് ബ്ലോഗ് ഉള്ളതാണ്, അവൻ ബ്ലോഗ് ചെയ്യുന്നതാണ്. യാസിൻ ബ്ലോഗ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ എന്തായാലും നമുക്ക് ആത്തക്കുടിയിലുള്ള ഗ്രാമീണ കാഴ്ചകളൊന്ന് കാണാം, ആസ്വദിക്കാം. നല്ല കാടിനുള്ളിലുള്ള ഒരു വീട്. മനോഹരമായ വലിയ മരങ്ങളുണ്ട്, 5 എണ്ണം ഉണ്ട്. ഇതിൻ്റെ മുന്നിൽ തന്നെ 5 എണ്ണം ഉണ്ട്. അതിൻ്റെ പിറകിലുണ്ടോയെന്ന് അറിയത്തില്ല. ശരിക്കും കാട് തന്നെ. ആത്തക്കുടിയിൽ പോകുന്ന വഴിക്കുള്ള വലിയൊരു കുളമാണിത്. ഇത് ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കുളമാണ്. ആ പടവുകൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ വീടിൻ്റെ അടിത്തറയിൽ പാകിയ അതേ തരം കല്ലുകളാണ് ആ ഒരു സമയത്തൊക്കെ നിർമ്മിച്ച കുളമാണിത്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് കുഴിച്ച ഒരു കുളമായിരിക്കാം. ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. വലിയ കുളമാണ്. അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. വെള്ളം ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോ സൂചിപ്പിച്ച പോലെ എല്ലായിടത്തും വെള്ളത്തിൻ്റെ കളർ ഇത് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ തെളിഞ്ഞ വെള്ളമാണല്ലോ. ഇവിടെയൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ഇത് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ആൾക്കാരൊക്കെ കുളിക്കുന്ന കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇല്ലവർക്കൊക്കെ ഇങ്ങനെയുള്ള വെള്ളത്തിലാണ് കുളിയും മറ്റു കാര്യങ്ങളൊക്കെ, അലക്കും എല്ലാ പരിപാടിയും ഇങ്ങനെയുള്ള വെള്ളത്തിൽ തന്നെയാണ്. ഇതൊക്കെ പൊളിഞ്ഞു. പണ്ടത്തെ പ്രൗഢിയോടുകൂടി കിടന്ന സ്ഥലങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു വെള്ളം വന്നിട്ടാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അടിയിലൊരു പൈപ്പ് കാണുന്നുണ്ട്, കണ്ടോ? അത് വെള്ളം ഇതിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു പുറത്തുനിന്ന്. ഇനി എന്തായാലും നമുക്ക് ആത്തക്കുടിയിലേക്ക് പോവാം. പോകുന്ന വഴിക്കന്നെ ധാരാളം കാഴ്ചകളുണ്ട്, നല്ല ഗ്രാമീണ കാഴ്ചകൾ. സൈക്കിൾ ഇപ്പോൾ അവിടെ റോട്ടുമേൽ വെച്ചിട്ടാണ് ഉള്ളത്. അവിടെ നിന്ന് ഞാൻ വല്ല ഇങ്ങോട്ടേക്ക് നടന്നു വന്നതാണ്. നല്ല നാടൻ പോർക്കോഴി. നമ്മുടെ ധനുഷിൻ്റെ പടവില്ലേ, പോർക്കോഴിയെ മത്സരത്തിന് ഉള്ളൊരു പടം. പടത്തിൻ്റെ പേര് മാരിയ അല്ല, മാരിയിൽ പ്രാവ് വളർത്തുന്നതാണ്. പോർക്കോഴി വളർത്തുന്ന ഏതോ ഒരു പടമുണ്ട് ധനുഷിൻ്റെ.
പേര് മറന്നു കേട്ടോ. നല്ല ഗ്രാമീണ കാഴ്ചകളാണ്. വയലുകളുമുണ്ട്, അതിൻ്റെ ഇടയിൽ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഓക്കേ, ചൂടിന് ഒരു കുറവുമില്ല. ഇതാണ് നമ്മളിപ്പം പോയ കുളം. ഇതൊക്കെയാണ് പഴയ വീടുകളുടെ ബാക്കി പത്രം. പൊളിഞ്ഞും പുതുക്കിയും പണിയുന്ന വീടുകളുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ആരും കാണുന്നില്ല. ഇതൊക്കെ അന്ധകാലത്ത് പണി കഴിപ്പിച്ച സാധനങ്ങൾ, മരങ്ങൾ. ഇതിനൊക്കെ എത്രപാട് വിലയുണ്ടാവുമെന്ന് അറിയോ. പണ്ട് കാലത്ത് നല്ല നല്ല മരങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനുള്ളിലൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ ആരും ആളെ കാണുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ഓരോരോ വീടിൻ്റെയും ഉള്ളിലുള്ള ജനലുകളും വാതിലുകളും നമുക്ക് ഇവിടുന്ന് തന്നെ പീസായിട്ട് കാണാമായിരുന്നു. പക്ഷെ ആരെയും നമ്മൾ ഉള്ളിൽ കാണുന്നില്ല. അതൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട. ആളുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളും എനിക്കൊന്ന് ശൈലിയെല്ലാം ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ്. കാണുന്നില്ലേ, എല്ലാ മോഡലുകളെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ രഥം, ചക്രം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കൂറ്റൻ ജനലുകളും വാതിലുകളുമാണ് അവരെ സമയത്തേക്ക് ഉപയോഗിച്ചത്. എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളാണ്. ചങ്ങാതിമാരെ, ഞാൻ പോകുന്ന വഴിക്ക് ദൂരെ അങ്ങ് ഒരു വലിയൊരു വീട് കണ്ടിന്. അത് ആത്താൻകുടി എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. കാണുന്നില്ലേ? കാരണം ഇതുവരെ കണ്ടതിൽ നിന്നും ആ വീടിനൊരു പ്രത്യേകതയായിട്ട് ഞാൻ തോന്നിയത് അത് 2 നിലയായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഒറ്റൊരു സ്ട്രക്ചറിലെ വീടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ മണ്ണ് കൂടി ഇങ്ങനെ പോവുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം വലിയ വീടുകളാണെങ്കിൽ ആ ഒറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്. പക്ഷേ ഈ വീടിന് ഞാനിപ്പോൾ 2 നില 2-3 നിലയായിരുന്നു ഉണ്ട് ആ വീടിന്. നോക്കാം, നമുക്കത് കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വീട്. ഞാനങ്ങ് ദൂരേന്ന് കണ്ടാണ്. കണ്ടോ എന്താ അല്ലേ. ഇത് ഈ ഒരു ഏരിയ ജാത്താൻകുടി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. സ്ഥലപ്പേരെന്തോ ഞാൻ കണ്ടിനായിരുന്നു. അത് ഞാനിപ്പോൾ നോക്കി പറഞ്ഞുതരാം. അത് മനസ്സിലാവും. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ജംഗ്ഷനാണ്. അവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ടത് ആത്താൻകുടിയിലേക്ക്. ഇതാണ് ആ വീട്. ഇത് ഫുൾ ഈ ഒരു ഏരിയ ഇങ്ങനത്തെ വീട് തന്നെയാണ്. നമ്മളെ മാപ്പ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് മാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ട എൻ്റെ അമ്മേ, എന്തോ വലിയ വീട്. എന്താണല്ലേ, ഈ വീട്ടിലേക്ക് ഒന്ന് കയറാൻ പറ്റിയിട്ടാണ് കാഴ്ചകൾ കാണാം. പക്ഷെ ഇവരൊന്നും അനുവദിക്കൂലല്ലോ. അതാണല്ലേ, എല്ലാം പൂട്ടിക്കിടക്കുക. വെറൈറ്റി 2 സൈഡും ഉണ്ട്. തൽക്കാലം നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം.
ഇത് ആത്താൻകുടി എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലം. എല്ലായിടവും ഉണ്ട്, പക്ഷെ എല്ലായിടവും ഓരോരോ സ്റ്റൈലിലാണ് വീടുകളുടെ നിർമ്മാണം എന്ന് മാത്രം. എല്ലാം പോക്കറ്റ് സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൈറ്റിലേക്ക് പോവാം. തീർന്നു ഇവിടെ. ഇവിടെ ഈ സെക്ഷനിൽ ഇവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ സൈക്കിൾ നിർത്തി. ഇതും വലിയൊരു വീടാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വലിയൊരു വീടാണ് ഈ വീട്. എന്താണ് ഒന്നും പറയാനില്ല. നല്ല കിട്ടുക്കാച്ചി വീട്. അതുപോലെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇതൊക്കെ പൂട്ടിക്കിടക്കാണ്. ഇവിടെ ഒന്നും ആൾക്കാരില്ലാന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും കാണുന്നില്ല, ഒരനക്കൊന്നുമില്ല. ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, പറയാൻ പറ്റത്തില്ല. ഇതൊരു വീട് പഴയത് നശിച്ചു. വല്ലാത്തൊരു അനുഭവം കേട്ടോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ. എൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ എത്രപാട് സ്ഥലങ്ങളാണെന്നോ. സ്ട്രക്ചർ തന്നെ ചങ്ങാതിമാരെ, സ്ട്രക്ചർ തന്നെ കാണേണ്ട കാഴ്ച. ഇത് പഴയ വീടാണ്. അവർ പുതുക്കി നല്ല കിടിലും പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട ആ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോവാം. ഓരോ വീടും ഓരോ കൊട്ടാരങ്ങളാണ്, പണിത്തരങ്ങളും. പണ്ട് കാലത്തെ ഇതൊക്കെ പൂട്ടിക്കിടക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് പരാങ്കുടി എന്നാണ്. നമ്മൾ ആത്തൻകുടി പോകുന്ന വഴിക്ക് തന്നെ. ആത്തൻകുടി ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം, ഇത് റൈറ്റ് കട്ട് ചെയ്തിട്ട് പോകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാരക്കുടിയിൽ ടൗണിൻ്റെ ഏരിയയിലാണ് അങ്ങനെയുള്ള വീഡിയോ എങ്കിൽ, ഇതെല്ലാം ശരിയായ ഗ്രാമത്തിൻ്റെ ഇടയിലുള്ള വീടുകൾ, അതിൻ്റെ ഇടക്ക് കുളങ്ങളും. നമ്മൾ നേരത്തെ ഒന്ന് വലുത് കണ്ടു, വേറെ ഒന്ന് അതിൻ്റെ ഇപ്പുറമുണ്ട്. ആ കുളത്തങ്കരയിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് തെറ്റിയത്. ഇനി വീണ്ടും ഞാൻ ആത്തൻകുടിയിലേക്ക് നമ്മുടെ യാത്ര. സുഹൃത്തുക്കൾ, ഇപ്പോൾ ആത്താൻകുടിയിലെത്തി. ഇനി നമുക്ക് ആത്താൻകുടിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ആ കാഴ്ചകൾ നമുക്കൊരു മറ്റൊരു എപ്പിസോഡിൽ ഏവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ.